എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കിളിക്കോടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നിങ്ങൾ നന്നായി പഠിക്കുന്നില്ലേ? അതോടൊപ്പം തന്നെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടോ? വളരെയധികം ചിന്തിക്കുക, കുറച്ചു മാത്രം സംസാരിക്കുക, അതിലും കുറച്ച് എഴുതുക എന്ന് എബ്രഹാം ലിങ്കന്റെ മഹത് വചനത്തോടൊപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. എങ്കിൽ നമുക്ക് നമ്മുടെ സെഗ്മെന്റിൽ പരിചയപ്പെട്ടാലോ കൂട്ടുകാരെ? ആദ്യത്തെ സെഗ്മെന്റാണ് എന്റെ കഥ. രണ്ടാമത്തെ സെഗ്മെന്റാണ് കുട്ടിപ്പാചകം. മൂന്നാമത്തെ സെഗ്മെന്റാണ് അന്നമോളും കാവൽമലയും. നാലാമത്തെ സെഗ്മെന്റാണ് ഉണ്ണിക്കഥകൾ. എങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലോട്ട് പോയാലോ കൂട്ടുകാരെ? ആദ്യത്തെ സെഗ്മെന്റാണ് എന്റെ കഥ. ഇന്ന് എന്റെ കഥയിൽ ആരായിരിക്കും കഥ പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്റെ കഥ. കൂട്ടുകാരെ, ഞാൻ ഇലക്കിളി, നാടൻ ഇലക്കിളി. എന്റെ പേര് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടുകയൊന്നും വേണ്ട. ഇലകൾക്കിടയിൽ ഒളിച്ചേ കണ്ടേ എന്ന് കളിയുമായി ജീവിക്കുന്ന ഒരു കുഞ്ഞിക്കിളിയാണ് ഞാൻ. ഇംഗ്ലീഷിൽ എന്റെ പേര് ബ്ലൂ വിങ്ങഡ് ലീഫ് ബേർഡ്. ഇനി ഞാൻ എന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലയുടെ നിറമാണ് എനിക്ക്, പച്ച നിറം. ഇലക്കിളികൾ പല തരക്കാരുണ്ട്. ബ്ലൂ മാസ്കഡ് ലീഫ് ബേർഡ്, ഫിലിപ്പൻ ലീഫ് ബേർഡ്, ഓറഞ്ച് ബില്ലഡ് ലീഫ് ബേർഡ്, ബോർണിയൻ ലീഫ് ബേർഡ് എന്നിവരൊക്കെ പല തരത്തിലുള്ള ഇലക്കിളികളാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെയാണ് ഞങ്ങളുള്ളത്. പിന്നുണ്ടല്ലോ കൂട്ടുകാരെ, കാടുകളിലും അതിനോടടുത്ത സ്ഥലങ്ങളിലും കാണപ്പെടുന്നവരാട്ടോ ഞങ്ങൾ നാടൻ ഇലക്കിളികൾ. പച്ച നിറത്തിലെ ശരീരമുള്ള ഞങ്ങളുടെ തലയിൽ മഞ്ഞ നിറത്തിലുള്ള തൂവലുകളാണ് ഉള്ളത്. ആൺപക്ഷിയുടെ കഴുത്തിൽ കറുപ്പ് നിറത്തിൽ ത്രികോണാകൃതിയിൽ അടയാളമുണ്ട്. കവിളിലാണെങ്കിൽ മഞ്ഞ നിറവും. ഇനി ഞങ്ങൾ പെൺപക്ഷികൾക്കാണെങ്കിൽ തൊണ്ടയും കവിളുമൊക്കെ നീല നിറം കലർന്ന പച്ച നിറത്തിലാണ്. ചെറു ജീവികളെ കൊത്തിയെടുക്കാൻ പാകത്തിൽ നീണ്ടു കൂർത്ത കൊക്കുകളാണ് ഞങ്ങളുടേത്. ഞങ്ങൾ നാടൻ ഇലക്കിളികളെ പോലെ കാട്ടിലക്കിളിയും ഉണ്ട്. ഇംഗ്ലീഷിൽ അവയുടെ പേര് ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേർഡ് എന്നാട്ടോ. പിന്നുണ്ടല്ലോ കൂട്ടുകാരെ, ഞങ്ങൾ ഇലക്കിളികൾ അധിക ദൂരം പറക്കാറില്ല. ഒരു ഇലച്ചാർത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ശരം വിട്ടതുപോലെ ഒരു ചെറിയ യാത്ര, അത്രമാത്രം. മരങ്ങൾ ധാരാളമുള്ള മേഖലകളിലാണ് കാട്ടിലക്കിളികൾ ഉള്ളത്. അവയുടെ നെറ്റിൽ ഓറഞ്ച് നിറവും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തലയിൽ പച്ച നിറവുമാണ് ഉള്ളത്. ഞങ്ങൾ ഇലക്കിളികൾ ഇലകൾക്കിടയിൽ തന്നെ ചെറു കൂട് കൂട്ടിയാണ് മുട്ടയിടുന്നത്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ഞങ്ങളുടെ പ്രജനനകാലം. അക്കാലയളവിൽ പുല്ലുകളും നാരുകളും വേരുകളും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ കൂടുണ്ടാക്കും. സാധാരണയായി 2 മുട്ടയാണ് പെൺ ഇലക്കിളി ഇടുന്നത്. പലതരത്തിലുള്ള പ്രാണികളും പുഴുക്കളും പഴങ്ങളും പൂക്കളുടെ തേനുകളും ഒക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണം. ഇനി സങ്കടകരമായ ഒരു കാര്യം പറയട്ടെ കൂട്ടുകാരെ. ഞാൻ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ നാട്ടിൽ നിന്നും നിങ്ങൾ മനുഷ്യർ വെട്ടിക്കളയുന്നത് മൂലം ഞങ്ങൾ ഇലക്കളികൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മറക്കല്ലേ. എങ്കിൽ കൂട്ടുകാരിനി എന്റെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തോ. ഇതൊക്കെ കൂട്ടുകാരെ ഈ നാടൻ ഇലക്കിളിയുടെ കഥ.
ഇന്നത്തെ എൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല ക്യൂട്ടായിരുന്നില്ലേ കുഞ്ഞിക്കിളിയെ കാണാൻ? എങ്കിൽ നമുക്ക് വേഗം തന്നെ അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ കൂട്ടുകാരെ? അടുത്ത സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം. ഇന്ന് മീര നമ്മെ എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുട്ടിപ്പാചകം. കൂട്ടുകാരെ, ഈ ചൂടുകാലത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കട്ടെ. കോൾഡ് കോഫി, അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് തണുത്ത പാല് 1 കപ്പ്, കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ, ബ്രൂവ് 1 ടീസ്പൂൺ, പഞ്ചസാര ആവശ്യത്തിന്, ചെറു ചൂടുള്ള വെള്ളം 2 ടേബിൾ സ്പൂൺ. എങ്കിൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് ബ്രൂവും കൊക്കോ പൗഡറും ഇടാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ വീട്ടില് ബ്രൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റന്റ് കോഫി പൗഡറും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കൊക്കോ കോഫി മിശ്രിതം ഒഴിക്കാം. അടുത്ത നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ കോൾഡ് കോഫി റെഡി ആയി കഴിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായില്ലേ? എത്ര റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത്. അപ്പൊ നിങ്ങൾ ഈ ചൂടുകാലത്ത് ഉറപ്പായും വീട്ടിലുണ്ടാക്കി നോക്കണേ. കൂട്ടുകാരെ, മേരി ഉണ്ടാക്കിയ കോൾഡ് കോഫി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഈ ചൂടുള്ള പരീക്ഷ സമയത്ത് നിങ്ങൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി കുടിച്ചു നോക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ കൂട്ടുകാരെ? അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാഖയും. ഈ പരീക്ഷാകാലത്ത് അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അന്നമോളും കാവൽമാലാഖയും. ഹായ് മാലാഖേ. അന്നമോൾ എന്താ ഇവിടെ പുഴയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഞാനൊരു കാര്യം ആലോചിക്കുമായിരുന്നു മാലാഖേ. എന്താണാവോ എന്റെ അന്നമോൾ ഇത്രയ്ക്ക് കാര്യമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാ മാലാഖേ? നാഷണൽ ജിയോഗ്രഫിക് സൊസൈറ്റിയുടെ കണക്ക് പ്രകാരം ആമസോൺ നദിക്കാണ് ഏറ്റവും കൂടുതൽ നീളം. 6259 കിലോമീറ്റർ മുതൽ 6800 കിലോമീറ്റർ വരെയാണ്. എന്നാൽ ഗിന്നസ് ബുക്ക് പ്രകാരം ഏറ്റവും നീളമുള്ള നദി നൈൽ നദിയാണ്, 6695 കിലോമീറ്റർ. അത് കഷ്ടമായിപ്പോയി. കഴിഞ്ഞ 5000 വർഷത്തിലേറെയായി ഈജിപ്തിന് ശുദ്ധജലവും ഭക്ഷണവും
കൃഷിഭൂമിയും ഗതാഗത മാർഗവുമെല്ലാം വരമായി നൽകുന്ന മഹാനദിയാണ് നൈൽ നദി. അത് കൊള്ളാലോ മാലാഖേ. ഇന്നും ഈജിപ്തിലെ ഭൂരിഭാഗം ജനങ്ങളും കഴിയുന്നത് നൈൽ നദി കരയിലാണ്. വൈറ്റ് നൈൽ, ബ്ലൂ നൈൽ എന്നിവയാണ് നൈലിന്റെ പ്രധാന പോഷക നദികൾ. ജലത്തിന്റെ നിറവ്യത്യാസം കാരണമാണ് അവയ്ക്ക് ആ പേരുകൾ ലഭിച്ചത്. ഏതൊക്കെ രാജ്യങ്ങളുടെ മാലാഖയിൽ നൈൽ നദി ഒഴുകുന്നത്? സുഡാൻ മുതൽ ഈജിപ്ത് വരെയുള്ള നൈൽ നദിയുടെ വടക്കു ഭാഗം പൂർണ്ണമായും മരുഭൂമിയിലൂടെയാണ് ഒഴുകുന്നത്. ഈജിപ്ത്, സുഡാൻ, സൗത്ത് സുഡാൻ, എത്യോപ്യ, ഉഗാണ്ട, കോങ്കോ, കെനിയ, ടാൻസനിയ, റുവാണ്ട, ബുറുങ്ങി, എറിത്രിയ എന്നീ രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. എന്നിട്ട് ഈ നൈൽ നദി ഏത് കടലിൽ ചെന്നാ പതിക്കുന്നത് മാലാഖേ? മെഡിറ്ററേനിയൻ കടലിൽ. പിന്നെ ഈ നൈൽ നദിയിലെ പ്രധാന അണക്കെട്ടാണ് അസ്വാൻ ഡാം. നീളത്തിന്റെ കാര്യത്തിൽ ആമസോൺ നദിക്ക് വെല്ലുവിളിയായി ഒഴുകുന്ന നദിയാണ് നൈൽ. എന്നാൽ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവിൽ ആമസോൺ നദിയെ വെല്ലാൻ ലോകത്തിലെ മറ്റൊരു നദിക്കും ആവില്ല. ആമസോൺ നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ മാലാഖേ? ഭൂമിയിൽ ഏറ്റവും അധികം ജലമൊഴുകുന്ന നദി, ലോകത്തിൽ ഏറ്റവും വലിയ നദീതടമുള്ള നദി എന്നീ ബഹുമതികളൊക്കെ ആമസോൺ നദിക്ക് സ്വന്തമാണ്. ലോകത്തിലെ ആകെ നദീജലത്തിന്റെ ഏതാണ്ട് 1/5 ആമസോൺ നദിയിലാണുള്ളത്. അതേതായാലും കലക്കി. ഈ ആമസോൺ നദി ഒരു സെക്കൻഡിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുന്ന ജലം എത്രയാണെന്ന് എന്റെ അന്നമോൾക്ക് വല്ല ഊഹവുമുണ്ടോ? ഇല്ലല്ലോ മാലാഖേ. എത്രയാ അത്? ഏതാണ്ട് 22 കോടി ലിറ്റർ. എന്റെ അമ്മോ. ആമസോൺ നദീതടത്തിന്റെ ആകെ വ്യാപ്തി ഏതാണ്ട് 75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അതായത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഏതാണ്ട് 40%. ഈ ആമസോൺ നദി എവിടുന്നാ മാലാഖേ ഉത്ഭവിക്കുന്നത്? പെറുവിലെ ആൻഡീസ് പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ബ്രസീലിന്റെ വടക്ക് കിഴക്കൻ തീരത്ത് വെച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേരുന്ന നദിയാണ് ഈ ആമസോൺ നദി. ചെറുതും വലുതുമായ 1100 പോഷക നദികൾ ആമസോണിനുണ്ട്. 2000-ലധികം തരം മത്സ്യങ്ങളുള്ള ആമസോൺ നദിയുടെ തീരത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോൺ മഴക്കാട് സ്ഥിതി ചെയ്യുന്നത്. വലിപ്പം കൊണ്ടും വേലിയേറ്റ സമയത്ത് നദിയുടെ ഒഴുക്കിനെതിരെ തിരകൾ ഉയരുന്നതുകൊണ്ടും കടൽ നദി എന്നും ആമസോണിനെ വിളിക്കാറുണ്ട് എന്നെ മോളെ. ആമസോൺ നദി ഏതൊക്കെ രാജ്യങ്ങളുടെ മാലാഖേ കടന്നു പോകുന്നത്? ബ്രസീൽ, കൊളംബിയ, പെറു, ബൊളീവിയ, വെനസ്വല, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിലൂടെയാണ് ആമസോൺ നദി കടന്നു പോകുന്നത്. ഇനി ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂഖണ്ഡമായ ഏഷ്യയിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് പറയാം. അതേത് നദിയാ മാലാഖേ? യാങ്സി നദി. ഒരു രാജ്യത്തിലൂടെ ഒഴുകുന്ന നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി നദി. ഏതാണ്ട് 6300 കിലോമീറ്റർ നീളമുള്ള ഈ നദി സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. യാങ്സി നദിക്ക് ചൈനയുടെ ചരിത്രം, സംസ്കാരം, സാമ്പത്തിക രംഗം എന്നിവയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ഈ യാങ്സി നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ മാലാഖേ? ചൈനക്കാർ ചാങ്ജിയാങ് എന്ന് വിളിക്കുന്ന യാങ്സി നദിയുടെ നദീതടത്തിന് 18 ലക്ഷത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ചൈനയുടെ 20% യാങ്സി നദിയാണ്. ആഹാ. രാജ്യത്തിന്റെ 1/5 പ്രദേശത്ത് വെള്ളം എത്തിക്കുന്നതും യാങ്സി നദിയാണ്. മാത്രമല്ല ചൈനയിലെ 1/3 ജനങ്ങൾ താമസിക്കുന്നതും യാങ്സി നദിയുടെ തീരങ്ങളിലാണ്. അതുകൊള്ളാലോ മാലാഖേ. അഗാധമായ മലയിടുക്കുകളിലൂടെ ഒഴുകുന്ന യാങ്സി നദിക്ക് ചിലയിടങ്ങളിൽ 150 മുതൽ 180 മീറ്റർ വരെ ആഴമുണ്ട്. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള നദികളിൽ ഒന്നുകൂടിയാണ് യാങ്സി. ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കു പ്രദേശത്ത് ഉത്ഭവിക്കുന്ന യാങ്സി നദി പിന്നീട് പടിഞ്ഞാറേക്കൊഴുകി ഷാങ്ഹായ് എന്ന സ്ഥലത്ത് വെച്ച് ഈസ്റ്റ് ചൈന കടലിൽ പതിക്കുന്നു. പ്രധാനമായും 8 പോഷക നദിയാണ് യാങ്സിക്കുള്ളത്. യാങ്സി നദിയിൽ അണക്കെട്ടൊന്നുമില്ലേ മാലാഖേ? ഉണ്ടല്ലോ അന്നമോളെ. തീഗോർജസ് ഡാം ആണ് യാങ്സി നദിയിലെ ഏറ്റവും പ്രശസ്തമായ അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൂടിയായ തീഗോർജസ് ഡാം നിർമ്മിച്ചത് യാങ്സിയിലെ
വെള്ളപ്പൊക്കങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ മാലാഖേ? സിന്ധു നദി. ഹിമാലയത്തിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്താണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. കാശ്മീരിലെ ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് കടക്കുന്ന സിന്ധു നദി പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. എത്ര കിലോമീറ്റർ ഉണ്ട് മാലാഖേ സിന്ധു നദിക്ക്? 3200 കിലോമീറ്റർ നീളം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ നദിയോ? ഭാരതപ്പുഴ. നിള എന്ന മറ്റൊരു പേരും ഭാരതപ്പുഴയ്ക്കുണ്ട്. ശരിക്കും 250 കിലോമീറ്റർ നീളമാണ് ഭാരതപ്പുഴയ്ക്കുള്ളത്. അതിൽ 209 കിലോമീറ്റർ ഭാഗം കേരളത്തിലും 41 കിലോമീറ്റർ ഭാഗം തമിഴ്നാട്ടിലുമാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാ മാലാഖേ? പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം. കേരളത്തിലൂടെയും തമിഴ്നാട്ടിലൂടെയും ഒഴുകി ഒടുവിൽ പൊന്നാനിയിൽ വെച്ച് ലക്ഷദ്വീപ് കടലിൽ ചേരുകയാണ് ഭാരതപ്പുഴ. മമ്മി വിളിക്കുന്നുണ്ട് മാലാഖേ, എന്നാ ഞാൻ പിന്നെ വരാം. ശരി എന്നെ മോളെ, ബൈ. ബൈ മാലാഖേ. കൂട്ടുകാരെ, അന്നമോളെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ. ഇന്ന് നമ്മോട് കഥ പറയാൻ പോകുന്നത് ആരായിരിക്കും? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഉണ്ണിക്കഥകൾ. കൂട്ടുകാരെ, പണ്ട് പണ്ട് കിങ്ങിണിക്കാട്ടിൽ ചക്കര മാവിൻ കൊമ്പിൽ 2 കാക്കകൾ താമസിച്ചിരുന്നു. പക്ഷേ അവർ വലിയ കൂട്ടുകാരൊന്നുമല്ല കേട്ടോ. കാരണം കല്ലുവെന്ന കാക്ക വളരെ ദുഷ്ടയും കള്ളിയുമായിരുന്നു. എന്നാൽ മിന്നുവെന്ന കാക്ക പാവമായിരുന്നു. അതിനാൽ കല്ല് മിന്നുവിനെ വളരെ ദ്രോഹിച്ചിരുന്നു. ഒരു ദിവസം മിന്നു തീറ്റ തേടി ഇറങ്ങിയതായിരുന്നു. അവൾ ഒരു വാഴക്കൈയിലിരിക്കെ പെട്ടെന്ന് വാഴക്കൈയൊടിഞ്ഞ് മിന്നു നിലത്ത് വീണു. അവളുടെ കാലിൽ ഒരു മുള്ള തറഞ്ഞു കയറി. വേദന സഹിക്കാതെ മിന്നു മൂങ്ങവൈദ്യന്റെ അടുത്ത് ചെന്നു. വൈദ്യൻ മുള്ളെടുത്തിട്ട് ഒരു ഗുളിക കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കാലിൽ അരച്ചു പുരട്ടണം കേട്ടോ. അവൾ ഗുളികയുമായി കിണറിനൊക്കത്തെത്തി. കിണറ്റുകാലിൽ വെച്ച് ഗുളിക അരച്ചപ്പോൾ ഗുളിക കിണറ്റിലേക്ക് വീണു പോയി. മിന്നു കിണറിനുള്ളിലേക്ക് പറഞ്ഞു ചെന്ന 1 മുങ്ങി, 2 മുങ്ങി, 3 മുങ്ങി. ഗുളികയ്ക്ക് പകരം കിട്ടിയത് എന്തെന്നോ? ഒരു സ്വർണ്ണ കട്ട. അവൾ സന്തോഷത്തോടെ പറന്നു പോയി. ഇതെല്ലാം കല്ലു കാണുന്നുണ്ടായിരുന്നു. അവൾ വിചാരിച്ചു, ഞാനും ഇതുപോലെ ചെയ്താൽ എനിക്കും കിട്ടുമല്ലോ സ്വർണ്ണക്കട്ട. അവൾ വേഗം ചെന്ന് വാഴക്കൈയിൽ പോയിരുന്നു. വാഴക്കൈ ഒടിഞ്ഞില്ല. കല്ല് കൊത്തി കൊത്തി ഒടിച്ചു. വീണിട്ടും കാലിൽ മുള്ള ഒന്നും കണ്ടില്ല. അവൾ ഒരു മുള്ളെടുത്ത് കാലിൽ കുത്തി കയറ്റി. മരുന്ന് വാങ്ങാൻ വൈദ്യന്റെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യൻ ഗുളിക കൊടുത്തില്ല. അവൾ തട്ടിപ്പറിച്ചു. കല്ലു കിണറ്റിങ്കലിൽ വെച്ച് ഗുളിക അരച്ചപ്പോൾ ഗുളിക കിണറ്റിലേക്ക് വീണില്ല. അവൾ ഉരുട്ടിയിട്ടു. കല്ലു കിണറിനുള്ളിലേക്ക് പറന്നു ചെന്ന് കല്ലു 1 മുങ്ങി, 2 മുങ്ങി, 3 മുങ്ങി. സ്വർണ്ണക്കട്ട പോയിട്ട് വേറെ ഒന്നും കിട്ടിയില്ല. അവൾ നാണിച്ച് പറന്നു പോയി. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്തെന്ന് കൂട്ടുകാർക്കറിയണ്ടേ? മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത്. കൂട്ടുകാരെ, ഇന്നത്തെ ഉണ്ണിക്കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല മെസ്സേജുള്ള കഥയായിരുന്നില്ലേ അത്? എങ്കിൽ കൂട്ടുകാരെ, നമുക്കിന്ന് 2 പഴഞ്ചൊല്ല് പഠിച്ചാലോ? അൽന, കൂട്ടുകാർക്ക് പഴഞ്ചൊല്ല് പറഞ്ഞു കൊടുക്കുവോ? പറഞ്ഞു കൊടുക്കാം. അണ്ണാർ കണ്ണിന് തന്നാലായത്, അകർത്തം ചെയ്താൽ അമ്മയും പിണങ്ങും. കൂട്ടുകാരെ, നിങ്ങൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നവരാണോ? എങ്കിൽ ആ പുസ്തകങ്ങൾ കിളിക്കൂടിനും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എങ്കിൽ അതിനായി നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. അതിനായി ഞങ്ങളെ വിളിക്കാം. ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 680309, ഫോൺ 8606464033, kilikudgtv@gmail.com. കൂട്ടുകാരെ, ഞങ്ങളെ അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങൾക്ക് കിട്ടിയില്ലേ? പുസ്തകം വായിക്കുന്ന കൂട്ടുകാർ അപ്പോൾ ഞങ്ങളെ വിളിക്കണേ. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇതിലും പുതുമയേറിയ എപ്പിസോഡുമായി ഞങ്ങൾ അടുത്ത ആഴ്ച വരും. അതുവരേക്കും ബൈ.